ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഇന്നേ വരെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാത്തൊരു സ്ഥലത്തു നിന്നാണ് ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജിമ്മിലാണ്. വൈകുന്നേരം 4 മണി ഈ ഒരു സമയത്താണ് ഏകദേശം ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു വ്ളോഗ് അങ്ങോട്ട് തുടങ്ങാം. കുറച്ച് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. തുടക്കം ആദ്യത്തെ ഒരു 5 മിനിറ്റ് എൻ്റെ ജിമ്മൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ ഒരു വർക്കൗട്ടിനെ പറ്റിയിട്ടും പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് പുതിയ മാറ്റങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ഒരു വ്ളോഗ് അങ്ങോട്ട് തുടങ്ങാം. വിശേഷങ്ങളൊക്കെ പോകുക ഞാൻ പറയാം. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. 2025 ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു സ്ട്രെങ്ത് ട്രെയിനിങ്. പക്ഷേ അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയത് കാരണം അന്ന് അത് മൊത്തത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു 30-35 ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മസിൽ ലോസ് വരും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളും, മുട്ടുവേദന, ഷോൾഡർ പെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് നല്ല പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കതൊക്കെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ബോഡി വെയിറ്റ് കൂടിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മുട്ടുവേദന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിലൊക്കെ എനിക്കൊരു മാറ്റം കണ്ടു തുടങ്ങുന്നുണ്ട്. ഞാനൊരു ബേസിക് ഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മിലാട്ടോ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്ററിനകത്ത് ഒരു ജിമ്മുണ്ട്. ഇത് അവരുടെ ചെറിയൊരു ജിമ്മാണ് കേട്ടോ, അത്ര വലിയ ജിമ്മല്ല. ഇതാണ് ഇവിടുത്തെ ഒരു റൂം വരുന്നത്. പിന്നെ ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു റൂം വരുന്നത്. 2 ഫ്ലോറിലാട്ടോ ഈ ജിമ്മ് വരുന്നത്. ഇവിടെ നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് സ്ക്വാട്ട് ട്രാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ മുകളിലാണ് ബാക്കി. ഇവിടെ മുകളിൽ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നേ. എനിക്ക് കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, അങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അതിനി പോസ്റ്റ്പാർട്ടം ബ്ലൂസിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഇനി എൻ്റെ PCOSൻ്റെ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നമല്ല. എന്നാൽ കുറച്ചിങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ഞാൻ റെഗുലറായിട്ട് ജിമ്മിൽ വരാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് വേണ്ട രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മെൻ്റലി ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടുള്ളതുപോലെയും ഭയങ്കര ഒരു ചേഞ്ച് സംഭവിച്ചതുപോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ വരാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 3 ആഴ്ച ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യമായിരുന്നു. എനിക്ക് കൂടുതൽ വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഈ പ്രോസസ്സ് മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ ചേഞ്ചസാണ് എൻ്റെ ബോഡിയിൽ നടക്കുന്നത് എന്നൊക്കെ. അതൊരു ഭയങ്കര അടിപൊളി ഫീൽ തന്നെയാണ്. ജിമ്മിൽ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ അറിയ പോലും ചെയ്യാറില്ല. ഇന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ലെഗ് ഡേ ആണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് കുറച്ച് പേഴ്സണൽ റെക്കോർഡ്സൊക്കെ ഇന്ന് അച്ചീവ് ചെയ്തൊരു ദിവസമാണ്. അതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. ഞാനൊരു 1.5-2 കൊല്ലം മുന്നേ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഡെയിലി ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സന്തോഷം സുഖമൊക്കെ മുന്നത്തെ വ്ളോഗുകളിൽ പറയാറുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴും അത് ചെയ്യാത്തപ്പോഴും നമ്മുടെ ജീവിതം രണ്ടാണ്. നമുക്ക് പല കാര്യങ്ങളിലും ജസ്റ്റ് ബോഡിയിൽ മാത്രമല്ല മെൻ്റലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ, ലൈഫിലെടുക്കുന്ന ഡിസിഷൻ, ഇതിനൊക്കെ നമുക്ക് വർക്കൗട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ചെയ്തു തുടങ്ങുക എന്നുള്ളത് വലിയൊരു സ്റ്റെപ്പായിരിക്കും. നമ്മുടെ ലൈഫിനെ നമ്മളൊരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് പോലെയാണ് അത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളൊരു മാസമൊക്കെ ഒന്ന് ജിമ്മിൽ പോയി ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ലൊരു മാറ്റമായിരിക്കും ജീവിതത്തിൽ വരാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നല്ല വർക്കൗട്ടായിരുന്നു കേട്ടോ. നല്ലൊരു സുഖമുണ്ട് ബോഡിക്ക്. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് യുവിനെ കൂട്ടാൻ പോകാനുണ്ട് കേട്ടോ. യുവി എവിടെയാന്ന് ഞാൻ പറഞ്ഞു തന്നത്. യുവി എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവി ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഡേ കെയറിൽ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഡേ കെയർ ആണ്. ആഴ്ചയിൽ ഒരു ദിവസം അവനിപ്പോൾ അവിടെ പോകുന്നുണ്ട്. ഇവൻ ജനിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ട ഡേ കെയറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം പറ്റുന്ന ഒരു ഡേ കെയർ നമുക്ക് ഇവൻ ജനിക്കുന്നതിൻ്റെ എനിക്ക് ഒരു 8 മാസമൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോയി രജിസ്റ്റർ ചെയ്തതാണ്. നമുക്കങ്ങനെ അവിടെ സ്ലോട്ട് കിട്ടി. അവനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോയി തുടങ്ങുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ലോട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ എൻ്റർ ചെയ്യും. നമ്മുടെ പ്ലാൻ ആക്ച്വലി 1 വയസ്സ് കഴിഞ്ഞിട്ട് ഡേ കെയറിൽ വിടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ച് സംസാരിക്കാനൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സംസാരിക്കാൻ ഡച്ച് കുറച്ചും കൂടെ മനസ്സിലാവും, കുറച്ചും കൂടെ സോഷ്യൽ ആവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ഡേ കെയറിൽ വിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 മാസമൊക്കെ ആയപ്പോൾ അവന് സ്ലോട്ട് കിട്ടി. ഇപ്പം നമ്മൾ ഈ ഒരു ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ എൻ്റർ ആവും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് 1 വയസ്സ് കഴിയുന്ന സമയത്ത് തന്നെ ഡേ കെയർ കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ആഴ്ചയിൽ 1 ദിവസം ഇപ്പോൾ അവൻ പോകുന്നുണ്ട്. ഇനി 1 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളത് ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവനെ പിക്ക് ചെയ്യാം. അവന് പൊതുവെ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ആൾക്കാരെ കാണാനും സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ഒരു കുട്ടീനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഡേ കെയറിൽ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ കരച്ചിലോ വിഷമോ അങ്ങനെയൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഭയങ്കര സന്തോഷിച്ച് ചാടിത്തുള്ളി അവരുടെ അടുത്ത് പോകുന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയൊരു അവർ കരയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുക. അപ്പം അങ്ങനത്തെ വലിയൊരു ബുദ്ധിമുട്ട് ഇതുവരെ പറഞ്ഞു വന്നത് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ പോകുകൊണ്ടും പിന്നെ അവരിങ്ങനെ ഓരോരോ 2-3 മണിക്കൂർ കൂടുമ്പോൾ അവന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതിലൊക്കെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു 4 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇത്ര സമയം ഇരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് അവനെ പിക്ക് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് ഇത് കേൾക്കരുത് കേട്ടോ. 8 മാസമുള്ള ഒരു കുട്ടീനെ ഡേ കെയറിൽ കൊണ്ടാക്കുന്നു അങ്ങനെ നിങ്ങൾ ഇത് മനസ്സിലാക്കരുത്. കാരണം ഓരോ രാജ്യത്തും നമ്മൾ ജീവിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ സമ്പ്രദായമാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ പൊതുവേ ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ആൾക്കാർക്കും പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എന്തിനാണ് ഇപ്പോഴേ കുട്ടീനെ ഡേ കെയറിൽ കൊണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പറയണം തോന്നിട്ടോ. കാരണം ഇവിടെ അധികം കുട്ടികളെ നോക്കുക അച്ഛനും അമ്മയും മാത്രമായിട്ടാണ്. നമുക്കങ്ങനെ ഗ്രാൻഡ് പേരൻസിന്റെ ഹെൽപ്പൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങനെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവ് ഉണ്ടായിരിക്കുമല്ലോ അമ്മയ്ക്കും, അതേപോലെ തന്നെ പെറ്റേണിറ്റി ലീവ് അച്ഛനും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ കുട്ടീനെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ഹാപ്പി ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 4 മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ പിള്ളേര് ഡേ കെയറിൽ പോകും. എല്ലാ ദിവസവും പോകണമെന്നില്ല. ഈ പറയുന്ന പോലെ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ എങ്ങനെയാണ് പേരൻസിന് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ, എത്രയൊക്കെ സ്ലോട്ട് ഡേ കെയറിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിട്ട് പോവുക. അപ്പൊ ഇവിടെയുള്ള എല്ലാ പിള്ളേരും, ഒട്ടുമിക്ക എല്ലാ പിള്ളേരും, നമ്മളെ വീഡിയോയിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഡേ കെയർ അറൌണ്ട് ഈ ഒരു ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഡേ കെയറിൽ പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല ഡെവലപ്മെന്റ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ പല കാര്യങ്ങളിലും ലാംഗ്വേജ് പഠിക്കുന്നതിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് ജോലി ഇല്ലല്ലോ, വീട്ടിൽ തന്നെ അല്ലേ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വീണ്ടും ഞാനത് പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. പക്ഷെ ഇനീഷ്യൽ പീരീഡിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് യുവിക്ക് തന്നെയാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന രീതിയിൽ ഞാൻ എന്റെ നമ്പർ ഓഫ് വീഡിയോസ് കുറച്ചിട്ടുണ്ടായിരുന്നു. വേറെ 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹോൾഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സ്ലോട്ട് കിട്ടിയതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇപ്പോ ആ ഒരു കാര്യം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളതും. അപ്പൊ അതിന്റെ കാറണ്ടിയിലാണ് ഞാൻ. നമുക്ക് പാഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറയുന്ന പോലെ യുവി വലുതായിട്ട് ചോദിക്കുമ്പോൾ യുവി വളർന്നതിന്റെ ഒപ്പം ഞാൻ എന്റെ പാഷനും കൂടെ പേഴ്സ്യൂ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. യുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ പോവാം. യുവിക്ക് ഗുഡ് ഡേ ആയിരുന്നോ ഇന്ന്? ഇവ ടീച്ചർ പറഞ്ഞല്ലോ ഭയങ്കര ഗുഡ് ഡേ ആയിരുന്നു എന്ന്. ഇവ ഫ്രണ്ട്സിന്റെ ഒപ്പം മിങ്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫുഡൊക്കെ നന്നായി കഴിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഇവര് ഡേ കെയറിലാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഓരോ ടൈമിൽ അവരുടെ ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ അവരുടെ ജേർണൽ അപ്ലോഡ് ചെയ്ത് തരും. അവർ എത്ര പാല് കുടിച്ചോ, ഒരു ഡയപ്പർ മാറ്റിയോ, അതേപോലെ തന്നെ അവർ ഫുഡ് എന്താണ് കഴിച്ചത്, അങ്ങനെയൊക്കെ. അപ്പോ ഇവന്റെ ഇന്ന് അവൻ നല്ല ഗുഡ് ഡേ ആയിരുന്നു. നന്നായി ഉറങ്ങിയിട്ടുണ്ട്, നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പാല് കുടിച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയാ,
നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഡേ കെയറിൽ ഹോട്ട് ഫുഡ് വേണം എന്നുള്ളത്. ഇവിടെ കോൾഡ് ഫുഡ് മാത്രമുള്ള ഡേ കെയർസും ഉണ്ട്. അതായത് ബ്രെഡും ചീസും അങ്ങനത്തെ കോൾഡ് ഫുഡ് മാത്രം അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡേ കെയർ. പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു ഹോട്ട് ഫുഡ് ഉള്ള ഡേ കെയർ വേണം. ഇതൊക്കെ ഓരോ പേരൻസിന്റെ പ്രിഫറൻസ് ആണ് കേട്ടോ. അതിലൊക്കെ വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് അങ്ങനെ വേണമെന്നായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവന് മറ്റേ ടൊമാറ്റോ സോസോ എന്തൊക്കെയോ ചെറിയ ടൈപ്പ് ഓഫ് ഇവർക്ക് വായലിട്ട് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാസ്ത അതൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ അതേപോലെ ക്രാക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഡേ കെയറിന് അത്യാവശ്യം നന്നായി കഴിച്ച് പഠിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ യുവിക്കുള്ള ഡിന്നർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടാണ് ജിമ്മിൽ പോവാറ് കേട്ടോ. കാരണം വന്നു കഴിഞ്ഞാൽ ഇവനൊരു 6-6:30 ആകുമ്പോൾ തന്നെ ഇവന്റെ ഡിന്നർ കഴിയും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് അവൻ പോയി കിടക്കുക. അപ്പൊ വന്നതിന് ശേഷം പിന്നെ ഡിന്നർ ഉണ്ടാക്കാനൊരു സമയം ഉണ്ടായിരിക്കില്ല. ഇന്ന് അവനൊരു മിനി ബിരിയാണിയാണ് യുവി അറിഞ്ഞോ? അത് യുവിക്ക് എന്നിട്ട് മിനി ബിരിയാണിയാണ് ഡിന്നർ. വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളിവിടുന്ന് ക്രിബ് മാറ്റിട്ടോ. ക്രിബ് മുകളിൽ കൊണ്ടിട്ടു. ബാസ്നെറ്റിൽ നിന്ന് അവൻ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പൊ ഇനി തൊട്ട് ഇവർ രാത്രി ക്രിബിലാണ് ഒരു പൊളിക്കും നമ്മള്. ആ ഗ്യാപ്പ് ഇല്ല അവിടെ. കാരണം മുന്നേ നമുക്ക് ഈ ഗ്യാപ്പ് ഇപ്പൊ വന്നത് ക്രിബ് അവിടെ ഉണ്ടായിട്ട് പോയോണ്ടാണ്. അത് നമുക്ക് അത് നമുക്ക് ഫീൽ ചെയ്യണം ഗ്യാപ്പ് ഉണ്ടെന്ന്. മുന്നേ ഗ്യാപ്പ് അവിടെ ഉണ്ടായെന്ന് തോന്നിയിട്ടില്ലല്ലോ. ഫുഡാക്കാം. അന്ന് മിനി ബിരിയാണിയാണ് യുവിക്ക്. തനിക്കല്ല ഉവിക്ക്. യുവി ഡേ കെയറിൽ പോണതിനെ പറ്റിയിട്ട് വിഷ്ണു എന്താ പറയാനുള്ളത്? നമുക്കതല്ലാതെ ഇവിടെ നോർമലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഗ്രാൻഡ് പേരൻസിന്റെ ഹെൽപ്പ് അത്ര കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊരാളെ വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മണിക്കൂർ 17 യൂറോ 18 യൂറോ ഒക്കെയാണ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഡെയിലി ഒന്നും അങ്ങനെ ഒരാളെ വെച്ച് നോക്കുക എന്നുള്ളത് സാധാരണ ഒരു ഫാമിലിക്ക് പോസിബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല വിഷ്? പിന്നെ വിഷ്ണു റിച്ച് ആയത് കാരണം വിഷ്ണുവിന് വിഷയമല്ല. ഇതാണ് യുവിയുടെ ഡിന്നർ. ഇത് ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചോറും ചിക്കനും പിന്നെ കുറച്ച് ബട്ടറിൽ തക്കാളിയും ഉള്ളിയും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുത്തതാണ്. ഇത് ഒന്നും കൂടെ വേവണം തോന്നുന്നു എനിക്ക് അരി. എന്നിട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം ജീരകശാല റൈസാണ് കേട്ടോ. അതില് ഞാൻ നമുക്ക് ഒന്നെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ റൗണ്ട് ഒന്ന് അടിക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് അതിന്റെ പരിവെന്നുള്ളത്. കൈയൊക്കെ വൃത്തിക്ക് കൈയിട്ട് കഴുകിയായിരുന്നു കേട്ടോ ജിമ്മിൽ പോയിട്ട്. ഒരു വിസിലും കൂടെ ആവാന്ന് എനിക്ക് തോന്നണത്. ഒരു വിസിലും കൂടെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലേ നല്ലോണം ആ റൈസ് ഒന്ന് വെന്തൊടയുള്ളൂ. കാരണം ഇവർക്ക് നല്ലോണം വേവണമല്ലോ. അല്ല ഇവർക്ക് നല്ലോണം വേവണ്ടേ? വേണമെന്ന് എന്നാലേ ശരിയാവുള്ളൂ. ഇന്ന് വേറൊരു പ്രത്യേകത ഉള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ റിട്ടയർമെന്റ് ആണ്. 30-31 തീയതിയാണ് ഇവർ ചെയ്യുന്നത്. 30-ാം തീയതി റിട്ടയർ ആവുന്ന ടീച്ചേഴ്സ് സ്റ്റാഫിനും കുട്ടികൾക്കും കൊടുക്കുന്ന ഫംഗ്ഷൻ 31-ാം തീയതി അവർ ഇങ്ങോട്ട് തരുന്നത്. ഈ സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മൊത്തം ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ 34 കൊല്ലത്തെ ടീച്ചിങ് കരിയർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. വളാഞ്ചേരി ഹൈസ്കൂളിലാണ് അമ്മ വർക്ക് ചെയ്യണത്. അച്ഛനും അവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 34 കൊല്ലം ഒരാൾക്ക് ടീച്ചിങ് കരിയർ കിട്ടുക എന്നുള്ളത് കുറച്ചത്ര എല്ലാവരിലും കാണുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BEd കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അടുത്ത ദിവസം അമ്മ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെല്ലച്ചൻ അതിലൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. 3 പേരും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പ്രീതമേമയും ദീപമേമയും ആണെന്നുണ്ടെങ്കിലും 3 പേരും കെമിസ്ട്രിയാണ്. വെല്ലച്ചനും കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയൊക്കെ കൂടുതൽ അച്ഛനും അമ്മയും പറയുന്നത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഞാനുമാണ്, അങ്ങനെയല്ലാതല്ല. പക്ഷെ വിസിൽ വരികയോ ഇപ്പൊ വിസിൽ വന്ന് പറയച്ചിട്ടായിരുന്നു. പറഞ്ഞു വന്ന് ഞാൻ അമ്മയും അച്ഛനും കേൾക്കാത്ത ആളാന്നല്ല. പക്ഷെ എന്നാലും കുറച്ച് എനിക്ക് എന്റേതായിട്ടുള്ള ഒപ്പീനിയൻ കുറച്ച് ഉള്ള ഒരാളാണല്ലോ. പക്ഷെ അമ്മ എനിക്ക് തോന്നുന്നു കൂടുതൽ വെല്ലച്ചനും അമ്മമ്മയും തന്നെ പറഞ്ഞത് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് വെല്ലച്ചൻ ടീച്ചിങ്ങിന് കയറാൻ പറഞ്ഞു. അമ്മ ടീച്ചിങ്ങിന് പോയി. അമ്മയ്ക്ക് ടീച്ചിങ് ഇഷ്ടമായിരുന്നു കേട്ടോ. നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല, അമ്മ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ടീച്ചിങ് പ്രൊഫഷൻ കൊണ്ടുപോയിട്ടുള്ളത്. വളരെ ആത്മാർത്ഥയോട് കൂടെ ടീച്ചറായിട്ടുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അമ്മോടൊപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എല്ലാം കൊണ്ടും നാട്ടിലോട്ട് വരാൻ അതും ഒരു റീസൺ ആയിരുന്നു. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ വളാഞ്ചേരി ഹൈസ്കൂളിനായിട്ട് വളരെ നീണ്ടകാലത്തൊരു ബന്ധമുണ്ട് കേട്ടോ. എന്റെ വെല്ലച്ചൻ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് വെല്ലച്ചൻ അവിടെ തന്നെയാണ് ജോലി എടുത്തത് ടീച്ചറായിട്ട്. പിന്നെ ഹെഡ് മാഷായിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. അമ്മയ്ക്കും ഹെഡ് മിസ്ട്രസ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അമ്മമ്മയുടെ ചെറിയ വയ്യായ, പിന്നെ അതേപോലെ ഞാൻ കൺസീവ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അമ്മയ്ക്ക് അത്ര സ്ട്രെസ് എടുക്കാൻ വയ്യ. നമുക്ക് ഹെഡ് ടീച്ചർ ആവുമ്പോൾ കുറച്ചും കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അമ്മയ്ക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് റിട്ടയർ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് ഹെഡ് മിസ്ട്രസ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ യുവിയുടെ അമ്മമ്മയുടെ റിട്ടയർമെന്റ് ആണ്. വിഷ്ണു ഇന്ന് യുവിയുടെ ബർത്ത്ഡേ ആണ്. കുളിക്കാം. കുളിച്ചിട്ട് ഫുഡ് ക്രിബിലാണ്. എടാ ക്രിബാ, ഇതാണ് യുവിയുടെ ന്യൂ ക്രിബ്. വാവ്, യുവി നീ ഒറ്റയ്ക്ക് കിടക്കണം കേട്ടോ. സ്ഥലം നോക്കി എത്രയാണിനി. 2 ദിവസം അച്ഛൻ പറ്റിയ സ്ഥലം ഇല്ലാണ് പച്ച പ്ലാൻ ചെയ്തിരുന്നത്. ഇവന്റെ മറ്റേ സാധനം കൊണ്ടുവരണോ? ഇഷ്ടായിട്ടില്ല. അവന് ഉറക്കം വരണ്ട കേട്ടോ. നമുക്കൊന്ന് കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാം കേട്ടോ. എന്താണ് അത് ഇഷ്ടം? നമ്മൾ ഈ മറ്റേ ബാത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. ഇപ്പൊ അതിന്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് കുളിപ്പിക്കല്. ഇതൊന്ന് കുറച്ച് ഇനി വേണമെങ്കിൽ മെല്ലെ അവന് മറ്റേ വലിയ ടബിലേക്ക് മാറ്റണം. അത് എത്ര വയസ്സ് വരെ ഈ ടബ്? ഫുഡ് കൊടുക്കുമ്പോ താൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യണേ. ഞങ്ങളുടെ പ്ലാന് മാറി. എനിക്ക് ഭയങ്കര വിശക്കണു. അപ്പൊ എനിക്കൊരു ചെറുപയറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചിക്കൻ പുട്ടാക്കാന്ന് വിചാരിച്ചു. ചിക്കൻ ഡീപ് റോസ്റ്റ് ചെയ്ത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് യുവിയുടെ മിനി ബിരിയാണി. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ. ഇത് കൊടുത്തു നോക്കിയേക്കാം. നല്ല മണമൊക്കെ ഉണ്ട്. തിരക്കിയെല്ലാം കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പിന്റെ കുറവുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം കൊള്ളാം. വിഷ്ണു എന്നോട് ഒന്ന് എടുത്തു പറയാൻ പറഞ്ഞു കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതൊരു ഫുൾ ബിരിയാണി അല്ല എന്നുള്ളത്. ഇതിലുള്ളത് ജസ്റ്റ് കുറച്ചൊരു പേരിന് മാത്രം ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ചിക്കൻ പിന്നെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, ചിക്കൻ വേവിച്ച് അതിലോട്ട് റൈസും ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും, അത്ര മാത്രമേ ഇതിലുള്ളൂ. അല്ലാതെ ബാക്കി ബിരിയാണിയുടെ സംഗതികളൊന്നും ഇല്ല എന്നുള്ള എടുത്ത് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അഭിലാഷം തന്നെ ഞാൻ എങ്ങനെയെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ടച്ച് വുഡ് യുവി അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും ഭക്ഷണം കഴിക്കുന്ന മക്കളുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം എന്നുള്ളത്. അപ്പോൾ മറ്റേത് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ് യുവി എല്ലാം ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുന്നത് കാണുമ്പോൾ. മുന്നേ നമ്മൾ വ്ളോഗിൽ പറയുന്ന പോലെ തന്നെ ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഭക്ഷണം എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. കാരണം വിഷ്ണുവിന് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. കഴിച്ച ഉടനെ നമ്മൾ യുവിനെ കൊണ്ട് കിടത്താറില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ ഒന്ന് കളിച്ചതിന് ശേഷമാണ് യുവി ഉറങ്ങാൻ വേണ്ടി പോവാറ്. ഒരു 6:30, 7 മണി, 7:30 ആ ഒരു മണിക്കൂറിനകത്തായിരിക്കും യുവിനെ നമ്മൾ കിടത്തുക. നമുക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. കുറച്ചു നേരം നന്നായിട്ട് കളിച്ചു കഴിയുമ്പോൾ ഉറക്കം വരുന്നു എന്നുള്ള കാര്യങ്ങൾ അവനെന്നെ കാണിച്ചു തുടങ്ങും. ആ ഒരു സമയത്തായിരിക്കും അധികം നമ്മൾ കൊണ്ടുപോവുക കിടത്താൻ. ഞാൻ വെള്ളം കൊടുത്തായിരുന്നു, കുറച്ച് പാൽ എടുക്കണം. നല്ല ഉറക്കം വരുന്നുണ്ട്, കൊണ്ടുപോയിക്കോളും. ഗുഡ് നൈറ്റ് യുവി. കമത്തിടല്ല, ശരിക്ക് ഗുഡ് നൈറ്റ്. ഇന്ന് വിഷ്ണു ആണ് യുവിനെ കിടത്തുന്നത് കേട്ടോ. ഈ ആഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. സാധാരണ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ചെയ്യേണ്ടതാണ്. ഈ ആഴ്ച നടന്നിട്ടില്ല. കുറച്ച് തിരക്ക് പിടിച്ച വീക്കെൻഡ് ആയിരുന്നു ഈ വീക്കെൻഡ്, അതുകൊണ്ട് നടന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് കുറച്ചധികം ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജില്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വ്യാഴാഴ്ച വിഷ്ണുവിന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നോർവേന്ന്. അപ്പൊ അന്ന് തൊട്ടിട്ട് പിന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് ഫുഡ് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ അന്ന് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ഫിഷും പിന്നെ കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും വലിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനില്ല, ചെറുതായിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിന് രാത്രി വിഷ്ണു പോവാന്ന് പറഞ്ഞു. ഞാനിപ്പോ പുട്ട് വഴക്കട്ടെ. നമ്മുടെ ചിക്കൻ അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. ഇത് നമ്മൾ നല്ലോണം വരട്ടിയെടുക്കും കേട്ടോ. നല്ലോണം വരട്ടണ്ട, പക്ഷെ എന്നാലും ആവശ്യത്തിന് വരട്ടിയെടുക്കും. എന്നിട്ടാണ് നമ്മളത് പുട്ടിലിട്ടിട്ട് ആവി കയറ്റി എടുക്കുക പുട്ടിൻ്റെ ഒപ്പം. എനിക്ക് ചിരട്ടപ്പുട്ടിൽ നമ്മുടെ ഇറച്ചിപ്പുട്ടാക്കി എടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ഇറച്ചിയല്ല, ചിക്കൻ പുട്ട്. അപ്പോൾ അടിയിൽ ഒരു ലെയർ ചിക്കൻ ഇട്ടിട്ടുണ്ട്, പിന്നെ പുട്ടിട്ടു, മുകളിൽ കുറച്ച് ഇതേ ഇങ്ങനെ
ചിക്കൻ വെച്ചു. ഇനി അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കുക. ഒരു 5-6 മിനിറ്റ് അതിൽ റെഡിയാവും. ഇന്ന് അത്യാവശ്യം നല്ല ലേറ്റ് ആയൊരു ദിവസം കേട്ടോ. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കിച്ചണെല്ലാം ക്ലോസ് ചെയ്ത് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിക്ക് എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും. കുറച്ച് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ, സ്ക്രിപ്റ്റ് നോക്കാൻ എന്തെങ്കിലുമൊക്കെ. വിഷ്ണു പഠിക്കാനും എടുത്തിട്ടുണ്ടായിരിക്കും. വിഷ്ണു ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും രാത്രി ഒന്ന് പഠിപ്പാണ്. കാരണം ഇപ്പോൾ എയുടെ ഒക്കെ അതിപ്രസരം കാരണം നമുക്ക് ജോലിയൊക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള പഠിത്തം എല്ലാ ദിവസവും രാത്രി കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് ഈ സമയത്ത് ഉണ്ടാവാറ്. പക്ഷെ ഇന്നിപ്പോൾ വിഷ്ണു ഗ്രോസറി വാങ്ങിക്കാൻ പോയിട്ടേ ഉള്ളൂ. നമ്മളിത് ലഞ്ച് കഴിച്ചിട്ടില്ല ഇതുവരെ. ഈ നേരം നമുക്ക് ദഹിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് സാധാരണയിൽ. പക്ഷെ ഇന്ന് ആകുമ്പോഴത്തേക്കും ലേറ്റ് ആയൊരു ദിവസം. എനിക്ക് നല്ലോണം വിശക്കുണ്ട്. എൻ്റെ പ്ലാനിൽ 1.5 കഷ്ണം പുട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജിമ്മിൽ പോയോണ്ട് ഇത്ര നേരം ഒന്നും കഴിക്കാത്ത കാരണം എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് മ്യൂസിക് കേട്ട് ഇങ്ങനെ ട്രാൻസ് കയറിയ അവസ്ഥയായിട്ടുണ്ട്. ഇവിടെ റൂമിലുള്ള മ്യൂസിക് അത് കേട്ട് ഇപ്പം എനിക്ക് അത് കേട്ടാൽ ഞാനിങ്ങനെ ഒരു ട്രാൻസ് അവസ്ഥയായിട്ടുണ്ട്. അല്ല നാളെ ഉച്ചയ്ക്ക് തനിക്ക് ചെറുപയർ, എനിക്ക് ചിക്കൻ മുട്ടും. നാളെ ഉച്ചയ്ക്ക് ഒരാൾക്കുള്ള ചിക്കനേ ഉള്ളൂ. ഇഷ്ടം ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് വന്നു. വളരെ കുറച്ച് ഗ്രോസറീസ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. വെരി ലിറ്റിൽ. അങ്ങല്ല ഇപ്പൊ മാങ്ങയുടെ സമയമല്ലേ. ഇവിടെ ആൽബർട്ടൈൻ്റെ ഇടയ്ക്ക് നല്ല മാങ്ങ കിട്ടുന്നു. വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു. മോനല്ല, എനിക്കാണ്. മോൻ ആഴ്ചയിലൊരിക്കലേ വാങ്ങുള്ളൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി. എത്ര തവണ നമ്മൾ കണ്ട സിനിമയാണെന്നുണ്ടെങ്കിലും വിഷ്ണു ടി വി കണ്ടാൽ അന്തം വിടുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ട് എനിക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സൈഡിലിരുന്ന് ചെയ്യും കേട്ടോ. പക്ഷെ വിഷ്ണു എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങനെ അറ്റൻഷനിൽ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും. അല്ലേ വിഷ്? കേക്ക് പോലും ഇല്ല കേട്ടോ പറയണത്. ചിരിച്ച് കണ്ടോണ്ടിരിക്കുക. ഞാൻ മോള് പോയിട്ടിൻ്റെ പരിപാടിക്കാണ് നടക്കുന്നത്. യുവിന്ന് 2-3 തവണ ഉറങ്ങിയതിന് ശേഷം എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് ലെഗ് ഡേ ആയിരുന്നല്ലോ. ഈ സ്റ്റേഴ്സ് ഒക്കെ കയറുന്നത് അങ്ങോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി കുളിച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് നോക്കട്ടെ. നാളെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യണം. പിന്നെ 1-2 ബ്രാൻഡ്സിന് സ്ക്രിപ്റ്റ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടി ഇന്ന് രാത്രി ചെയ്യാനുണ്ട്. ഇമ്പോർട്ടൻ്റ് നൈറ്റാണ്. വെറുതെ കിടന്ന് ഉഴപ്പിക്കളയാൻ പറ്റില്ല. ഇങ്ങനെ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കണം. ഇന്ന് ആക്ച്വലി അവൻ ഡേ കെയറിൽ പോയതുകൊണ്ട് രാവിലെ തൊട്ട് എനിക്ക് കുറേ പെൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും മീറ്റിങ്സൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അധികം അങ്ങനത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കും. മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ വീണ്ടും കാര്യമായി ജോലി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ല വിഷ്? എൻ്റെ ശബ്ദം കേട്ട് എണീറ്റു. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു റൗണ്ട് നമ്മൾ താഴെ വന്നൊന്ന് ക്ലീൻ ചെയ്യും. കാരണം എൻ്റെ നിർബന്ധമാണ് കേട്ടോ ഇത്. എനിക്ക് രാവിലെ എണീറ്റ് താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലോർ ഭയങ്കര കച്ചറയായി കിടക്കുന്ന കണ്ട അതിൻ്റെ ഒരു ദിവസം തന്നെ പോകും. അതുകൊണ്ട് എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ രാത്രി കിടക്കാറ്. എന്നാലും രാവിലെ ആ ഒരു ഗുഡ് മൂഡിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ വീക്ക് ഡേയ്സിലെ ഒട്ടുമിക്ക ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിലിനി വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഞാനിനി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കും. ഞാനൊരു വലിയ ഡിസിഷൻ എടുത്ത് അതൊന്ന് പ്രാവർത്തികമായി വരുമ്പോഴാണ് കഴിഞ്ഞൊരു വർഷം നമുക്കൊന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നത് അതെന്നൊക്കെ. കാരണം പ്രഗ്നൻസി ആയിരുന്നല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അത്യാവശ്യം ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കും. അതെല്ലാം ഒന്ന് സോർട്ടായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. നമ്മൾ ഈ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്തു. ഇനി ഞാനും വിഷ്ണു നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിഷ്ണു പഠിക്കാനിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.